ഇവിടെ ആരുമില്ലേ? മോഹനേട്ടാ, ആരോ വന്നിരിക്കുന്നു, നോക്കി. ഞാനിവിടെ കിടക്ക, നീ നോക്ക്. പത്രം മുഴുവൻ കുത്തിയിരുന്നു വായിക്കുന്നതിനും പട്ടി കുരയ്ക്കുന്ന പോലെ കുരയ്ക്കുന്നതിനും ഒരു തലവേദനയില്ല. ഒരാൾ വന്നാൽ അതാരാണെന്ന് നോക്കാൻ പറ്റില്ല. ആഹാ, ഗംഗാധർ സാറ്. എന്നെ ഓർമ്മയില്ലേ? ഉണ്ട് സാർ, അന്ന് അനാഥ മന്ദിരത്തിൽ ഞാൻ വന്നിരുന്നു. എനിക്ക് പേര് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല, ആളെ ഓർമ്മയുണ്ട്. സത്യഭാമ. മോഹനകൃഷ്ണ സാറല്ലേ? ഉണ്ട്, തലവേദന ആയതുകൊണ്ട് ഇന്ന് ലീവാ. സാർ അകത്തേക്ക് വരൂ. ഇങ്ങോട്ട് വരണമെന്ന് 2-3 വട്ടം ആലോചിച്ചു. ആദ്യം വേണ്ടാന്ന് തോന്നിയതാ, പിന്നെ ആലോചിച്ചപ്പോ കുഴപ്പമില്ലാന്ന് തോന്നി. സാറിനെ പോലെ ഒരാൾക്ക് ഇവിടെ വരാൻ അങ്ങനെയൊക്കെ നോക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്റെ സ്ഥാപനത്തിൽ ഇപ്പൊ 10-20 കുട്ടികളുണ്ട്. എല്ലാ ചെലവും കൂടി താങ്ങാൻ പറ്റാതെ വരുമ്പോൾ തീരുമാനിക്കും ഇനി ആരെയും കൂട്ടണ്ടെന്ന്. പക്ഷേ കുട്ടികളുടെ കാര്യമല്ലേ, ഏതെങ്കിലും ഒരു കുട്ടി വിശന്ന് നടക്കുന്ന കണ്ടാൽ എൻ്റെ മനസ്സ് മാറും. ചുരുക്കി പറഞ്ഞാൽ താങ്ങാവുന്നതിനപ്പുറമാ. അപ്പോഴാ തോന്നിയത് വീടിനോട് ചേർന്നൊരു ചെറിയ കട കൂടി തുടങ്ങിയാൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൂടി കിട്ടുമല്ലോ എന്ന്. തരക്കേടില്ലാത്തൊരു കട തുടങ്ങണമെങ്കിൽ നല്ലൊരു തുക വേണം. അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു ബാങ്കിൽ നിന്നും ലോൺ കിട്ടുമെന്ന്. കഴിഞ്ഞ 2 ആഴ്ചയായി അതിനുള്ള ശ്രമത്തിലായിരുന്നു. ബാങ്കുകാർക്ക് വേണ്ടുന്ന കടലാസുകളെല്ലാം ഒപ്പിച്ചു. ഇനി വില്ലേജ് ഓഫീസിൽ നിന്നൊരു പൊസഷൻ സർട്ടിഫിക്കറ്റ് കൂടി കിട്ടിയാൽ മതി. നാളെ രാവിലെ സർട്ടിഫിക്കറ്റ് ബാങ്കിൽ കൊടുക്കണം. ഇന്ന് വില്ലേജ് ഓഫീസിൽ ചെന്ന് അപേക്ഷ കൊടുത്തപ്പോഴാണ് അറിഞ്ഞത് 3 ദിവസം കഴിഞ്ഞേ സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന്. മോഹൻ സാർ വിചാരിച്ചാൽ സർട്ടിഫിക്കറ്റ് നേരത്തെ കിട്ടുമെന്ന് ചായക്കടയിൽ കിഷൻകുട്ടി പറഞ്ഞു. അതുകൊണ്ടാണ് കാണാമെന്ന് കരുതി വന്നത്. ഇത് പ്രശ്നമാവൂലോ. മോഹനേഷ് സാറിന്റെ യഥാർത്ഥ സ്വഭാവം പാവം ഗംഗാധര സാറിന് അറിയില്ലല്ലോ. വീട്ടിൽ വന്ന് സംസാരിക്കുന്നത് ശരിയില്ലെന്ന് എനിക്കറിയാം, പക്ഷേ നിവൃത്തികേട് കൊണ്ട് വന്നു പോയതാ. മോഹനകൃഷ്ണൻ എന്ന സത്യസന്ധനായ വില്ലേജ് ഓഫീസറിൽ നിന്ന് പെരുങ്കളനായ സുരേഷ് യാതൊരു തരത്തിലുള്ള സഹായവും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ ഒരു വസ്തു വാങ്ങുമ്പോ അത് പുറമ്പോക്കാണെന്ന് പോലും നോക്കാൻ അറിയാത്ത അവൻ എവിടുത്തെ അധ്യാപകൻ? അധ്യാപകൻ എന്താ ഭാമയൊന്നും പറഞ്ഞില്ല? സാറിനൊന്ന് വിളിക്കാവോ? അല്ല, മോഹനേട്ടന് നല്ല തലവേദന ആയതുകൊണ്ട് മരുന്ന് കഴിച്ചിട്ട് കിടക്കുക. നല്ല ഉറക്കമായിരിക്കും. ഇപ്പൊ വിളിച്ചാ... അയ്യോ, അങ്ങനെയാണെങ്കിൽ വേണ്ട. ഞാൻ വന്നത് ഒരു ശല്യമായല്ലേ? അങ്ങനെയല്ല സാർ, ആരെങ്കിലും വീട്ടിൽ വരുന്നത് മോഹനേട്ടന് ഇഷ്ടമൊക്കെ തന്നെയാ. അവരോട് വലിയ സ്നേഹത്തിലെ പെരുമാറുന്നതും. കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ ഞാൻ ആകെ ലീവ് എടുത്തത് ഇന്ന് ഒറ്റ ദിവസമാണ്. ആ ഒരു ദിവസം പോലും ക്ഷമിക്കാൻ വയ്യാതെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ഓഫീസറുടെ വീട്ടിൽ കയറി വന്നിരിക്കുന്നു. അടുത്ത 33 വർഷത്തിനകം നിനക്ക് സർട്ടിഫിക്കറ്റ് എന്ന പ്രശ്നമില്ല. പക്ഷേ മോഹനേട്ടന് ഉറക്കമായതുകൊണ്ടാ. കുഴപ്പമില്ല, ഞാൻ വന്നു എന്ന് പറഞ്ഞാൽ മതി. എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ നാളെ തന്നെ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റുമോ ചോദിക്കണം. അത് ഞാൻ ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ സാറിപ്പി ഇറങ്ങിക്കോളൂ. നല്ല മഴക്കാറുണ്ടെന്ന് തോന്നുന്നു. വീട്ടിലെത്തുന്നതിന് മുന്നേ ഇനി മഴ പെയ്താലോ? ശരി, നല്ല മഴക്കാറുണ്ടെന്ന് തോന്നുന്നു. വീട്ടിലെത്തുന്നതിന് മുന്നേ ഇനി മഴ പെയ്താലോ? ശരി. ഗംഗാധര സാറോ എപ്പോ വന്നു? സാർ വന്നതേ ഉള്ളൂ. ഒരു കാര്യത്തിന് എന്നെ കാണാൻ വന്നതാ. കാര്യം പറഞ്ഞു. ഇനിയിപ്പോ സാർ ഇറങ്ങുക. നല്ല മഴക്കാറുണ്ടല്ലോ, മഴ പെയ്താലോ? ഞാൻ മോഹനേട്ടനോട് പറഞ്ഞോളാം. തലവേദന ആയതുകൊണ്ട് വലിയ ദേഷ്യത്തില. ഇപ്പോ നീ കാണിച്ചത് മോശമായി പോയി. നിന്നോട് 1000 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ വീട്ടിൽ ചില ചിട്ടകളുണ്ടെന്ന്. മോഹനേട്ടാ, അത് ഗംഗാധരൻ സാറിനെ പോലെ ഒരാള് വന്നിട്ട് നീ എന്നെ വിളിക്കാത്തത് മഹാമോശമായി പോയി. ഇപ്പൊ ഞാൻ എഴുന്നേറ്റ് വന്നില്ലായിരുന്നെങ്കിൽ ഈ സാറിനെ എനിക്ക് കാണാൻ പറ്റുമായിരുന്നോ? ഭാമ പറഞ്ഞതുകൊണ്ടാ ഞാൻ പോകാൻ ഇറങ്ങിയത്. സത്യത്തിൽ ഞാൻ സാറിനൊന്ന് കാണാൻ വന്നതാ.
എന്നെയോ? അതെ, കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. സാർ ഇറങ്ങിക്കോളൂ, ഞാൻ മോഹനോട് സംസാരിച്ചോളാം. ഭാമേ, എന്നെ കാണാനാണ് വന്നതെങ്കിൽ സാറ് പറയുന്നത് ഞാനല്ലേ കേൾക്കേണ്ടത്? എന്താ സാർ? ഒരു പൊസഷൻ സർട്ടിഫിക്കറ്റിന്റെ കാര്യമാണ്. ഈശ്വരാ, തീർന്നു. പൊസഷൻ സർട്ടിഫിക്കറ്റോ? അതെ, ഒരു ബാങ്ക് ലോൺ എടുത്ത് ഒരു കട തുടങ്ങാൻ പ്ലാനുണ്ട്. അതിന് ബാങ്കിൽ കൊടുക്കാൻ ഒരു പൊസഷൻ സർട്ടിഫിക്കറ്റ് വേണം. അപേക്ഷയുമായിട്ട് ഇന്ന് ഓഫീസിൽ ചെന്നത്. അല്ല, സർട്ടിഫിക്കറ്റ് നാളെ മതി. സാറ് നാളെ ഓഫീസിൽ വന്നോളും. അതാ സാർ ഇറങ്ങിക്കോ. സാറ് പോവാൻ വരട്ടെ. ഞാനിപ്പോ വരാം. ഞാൻ വന്നിട്ട് പോയാ മതി. അല്ല, വല്ല പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാ ചെറിയ പ്രശ്നമില്ലാതെ ഇല്ല. തലവേദന കാരണം ഇവിടെ ആരും വരുന്ന മോഹനേട്ടൻ ഇഷ്ടമല്ല. അല്ലാതെ അധ്യാപകരുടെ ഇഷ്ടക്കുറവുള്ളത് കൊണ്ടല്ല കേട്ടോ. ഭാമ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. അതിപ്പോ അങ്ങനെ പറഞ്ഞ സത്യത്തിൽ ഞാൻ വന്നത് ഒരു ബുദ്ധിമുട്ടായല്ലേ? ശരിയാ, ഞാൻ വരാൻ പാടില്ലായിരുന്നു. അല്ലെങ്കിലും സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോകേണ്ടത് ഓഫീസിലല്ലേ, ഓഫീസർ വീട്ടിലല്ലല്ലോ. സാർ, ഞാൻ ആഫീസ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. സാറിന്റെ സർട്ടിഫിക്കറ്റ് ഇന്ന് തന്നെ കിട്ടും. എനിക്ക് തലവേദനയാണെന്നുള്ള കാരണം പറഞ്ഞ് സാറിനെ പോലെ ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയാണോ? സാറിന്റെ കുട്ടികളുടെ പ്രശ്നം വെച്ച് നോക്കുമ്പോ എന്റെ തലവേദനയ്ക്ക് എന്ത് പ്രസക്തി? സാറ് നേരെ വില്ലേജ് ചെന്നോളൂ. ഈ ഉപകാരം ഞാൻ മറക്കില്ല. ഞാൻ ചെയ്തൊരു ഉപകാരമല്ല സാർ, എന്റെ ജോലിയാണ്. സാറിന് കിട്ടിയത് എന്റെ ഔദാര്യമല്ല, സാറിന്റെ അവകാശമാണ്. വരട്ടെ, നിങ്ങൾക്ക് നല്ലതേ വരൂ. എന്താ നോക്കുന്നേ? സത്യം പറഞ്ഞ ഞാൻ പേടിച്ചു പോയിട്ടോ. എന്തിന്? ആദ്യം പറഞ്ഞു അധ്യാപകരൊക്കെ കള്ളന്മാരാണെന്ന്. അത് കഴിഞ്ഞ് പൊസഷൻ സർട്ടിഫിക്കറ്റിന് വീട്ടിൽ വന്ന രാമൻകുട്ടിയെ ചീത്ത പറഞ്ഞു വിട്ടു. അങ്ങനെയുള്ളപ്പോ ഒരു അധ്യാപകൻ പൊസഷൻ സർട്ടിഫിക്കറ്റിന് വീട്ടിൽ വന്നാൽ കടുവ എന്തെയൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഭാമേ, വീട്ടിൽ വരാൻ ആളുകളെ സമ്മതിച്ചാൽ നാളെ മുതൽ സകലരും ഇങ്ങോട്ട് വരും. അത് വലിയ പ്രശ്നമാവും. അതുകൊണ്ടാ ആരെയും ഇങ്ങോട്ട് വരാൻ ഞാൻ സമ്മതിക്കാതിരിക്കുന്നത്. പിന്നെ അധ്യാപകരുടെ കാര്യം, വിദ്യാലക്ഷ്മിയുടെ ഭർത്താവ് സുരേഷിനെ പോലുള്ള കള്ളന്മാരെയാണ് ഞാൻ കുറ്റം പറഞ്ഞത്. അവന്മാർ മോശക്കാരായെന്ന് കരുതി മുഴുവൻ അധ്യാപകരും മോശക്കാരാവൂ? ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് വളർന്നു വരുന്ന കുട്ടികളാണ് എന്ന് പറയാറില്ലേ? അങ്ങനെയാണെങ്കിൽ ആ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകരാണ് സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളായി തീരുന്നത്. നല്ല അധ്യാപകരാണ് ഒരു സമൂഹത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത്. എഞ്ചിനീയറെക്കാളും ഡോക്ടറെക്കാളും വക്കീലിനെക്കാളും ഒക്കെ വലിയ സമ്പത്ത്. വില്ലേജ് ഓഫീസറെക്കാളും? വില്ലേജ് ഓഫീസർ വലിയ ആള് തന്നെയാ, പക്ഷെ നല്ല അധ്യാപകൻ തന്നെയാ ഏറ്റവും വലിയ ആള്. കേട്ടിട്ടില്ലേ, മാതാ പിതാ ഗുരു ദൈവമെന്ന്? അമ്മയും അച്ഛനും കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടയാൾ ഗുരുനാഥൻ തന്നെയാ. ഗുരു കഴിഞ്ഞേ ദൈവം പോലും ഉള്ളൂ. ഇനി ഞാനൊരു സത്യം പറയട്ടെ. ഞാൻ ഇപ്പൊ തന്നെ ഒരുപാട് ഞെട്ടിയിരിക്കാണ്. ഇനി ഞെട്ടെന്നെ കൊണ്ട് പറ്റില്ല. ചെറുപ്പത്തിലെ എന്റെ മോഹം ഒരു അധ്യാപകനാവുക എന്നുള്ളതായിരുന്നു. കുട്ടികളുടെ ഭാഗ്യം ആയില്ലല്ലോ. ഒരു തമാശ പറഞ്ഞതല്ലേ? അല്ലേലും മോഹനേട്ടൻ സ്കൂളിൽ അധ്യാപകനായില്ല എന്നല്ലേ ഉള്ളൂ. എനിക്ക് എന്റെ മോഹനേട്ടൻ ഒരു അന്തം വിട്ട അധ്യാപകനല്ലേ? മഹാപ്രതിഭാശാലിയായ അധ്യാപകനും ലോകപ്രശസ്തനായ തത്വചിന്തകനും ഭാരതത്തിന്റെ രാഷ്ട്രപതിയുമായിരുന്ന ഡോക്ടർ സർവപ്പള്ളി രാധാകൃഷ്ണന്റെ 125ാം ജന്മവാർഷികമാണിന്ന്. സുശക്തമായ ഒരു സമൂഹത്തിന്റെ സൃഷ്ടിക്ക് ഏറ്റവും ആദ്യം വേണ്ടത് പ്രഗത്ഭരും നിസ്വാർത്ഥരുമായ അധ്യാപകനാണെന്ന ചിന്ത നമുക്കുണ്ടാവട്ടെ. ബഹുമാന്യരായ അധ്യാപക ശ്രേഷ്ഠർക്ക് അധ്യാപക ദിനത്തിന്റെ നന്മകൾ ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടാം.